അപ്പോ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളോട് അവർ അഭയം തേടുന്നു. ഫസാദൂഹും റഹഖാ, അതേ ഉന്നതരായ മനുഷ്യർ ദുർബലരായ ജിന്നുകളോട് സഹായം തേടുന്നത് കണ്ടപ്പോ ഫസാദൂഹും റഹഖാ, അവർക്ക് ഇതാ ഗർവ് വർദ്ധിച്ചു എന്ന് വെച്ചാല് ഈ വിജനപ്രദേശത്തു കൂടി ഈ അറബികൾ മുശ്രിക്കുകൾ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് അസ്ലും ഫസ്ലില്ലല്ലോ. ആ മുശ്രിക്കുകളായ ആളുകൾ ഈ വിജനപ്രദേശത്ത് കൂടി പോകുമ്പോ ഇവര് ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചാൽ വിളിച്ചു പറയും, ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവേ, ഈ പ്രദേശത്തുള്ള ജിന്നുകളുടെ നേതാവേ, മറ്റു കുട്ടി ജിന്നുകൾ എന്നെ ഉപദ്രവിക്കാതെ നോക്കിക്കൊള്ളണേ. ആലോചിച്ച് നോക്ക, അള്ളാനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ആണോ? മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാകുന്ന കാര്യം ആണോ? ആലോചിച്ച് നോക്ക, അള്ളാനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ആണോ? മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാകുന്ന കാര്യം ആണോ? ആലോചിച്ച് നോക്ക, അള്ളാനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ആണോ? മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാകുന്ന കാര്യം ആണോ? അപ്പൊ സലഫികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബു തൗഹീദ്, ആ കിതാബു തൗഹീദിൽ ഇസ്തിആദത്ത് അല്ലാഹുവിന് മാത്രം എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിആദത്ത് നടത്തേണ്ടത് എന്നതിന് തെളിവായി കൊടുക്കുന്ന ആയത്ത് തന്നെ സൂറത്തുൽ ജിന്നിലെ ആയത്താണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ സ്വാഭാവികമായി മനുഷ്യരോട് ഇടപെടുന്നത് പോലെ, അവരോട് ചോദിക്കുന്നത് പോലെ വിജനപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ജിന്നുകളോട് സഹായം തേടുമായിരുന്നു. ആ സഹായ നേട്ടം ഇസ്തിആദത്തായി വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ശിർക്കാണ്, അത് ശിർക്കിൽ പെട്ടതാണ് എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പോ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളോട് അവർ അഭയം തേടുന്നു. ഫസാദൂഹും റഹഖാ, അതേ ഉന്നതരായ മനുഷ്യർ ദുർബലരായ ജിന്നുകളോട് സഹായം തേടുന്നത് കണ്ടപ്പോ ഫസാദൂഹും റഹഖാ, അവർക്ക് ഇതാ ഗർവ് വർദ്ധിച്ചു എന്ന് വെച്ചാല് ഈ വിജനപ്രദേശത്തു കൂടി ഈ അറബികൾ മുശ്രിക്കുകൾ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് അസ്ലും ഫസ്ലില്ലല്ലോ. ആ മുശ്രിക്കുകളായ ആളുകൾ ഈ വിജനപ്രദേശത്ത് കൂടി പോകുമ്പോ ഇവര് ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചാൽ വിളിച്ചു പറയും, ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവേ, ഈ പ്രദേശത്തുള്ള ജിന്നുകളുടെ നേതാവേ, മറ്റു കുട്ടി ജിന്നുകൾ എന്നെ ഉപദ്രവിക്കാതെ നോക്കിക്കൊള്ളണേ. ആലോചിച്ച് നോക്ക, അള്ളാനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ആണോ? മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാകുന്ന കാര്യം ആണോ? ആലോചിച്ച് നോക്ക, അള്ളാനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ആണോ? മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാകുന്ന കാര്യം ആണോ? ആലോചിച്ച് നോക്ക, അള്ളാനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ആണോ? മനുഷ്യരോട് ചോദിച്ചാൽ ശിർക്കാകുന്ന കാര്യം ആണോ? ഇസ്തിആദത്ത് അല്ലാഹുവിന് മാത്രം എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിആദത്ത് നടത്തേണ്ടത് എന്നതിന് തെളിവായി കൊടുക്കുന്ന ആയത്ത് തന്നെ സൂറത്തുൽ ജിന്നിലെ ആയത്താണ്.